അത് നമ്മളൊക്കെ പറയണ മാതിരി കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് പറഞ്ഞ മാതിരി. പിന്നെ മോദിജിയുടെ ആ ഒരു നല്ല മനസ്സ്, ഞാൻ ഇക്കാര്യത്തിൽ സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ടായിരിക്കാം എന്നെ പ്രത്യേകിച്ച് പിടിച്ച് മുന്നിൽ നിർത്തി. അത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നത്. കാരണം അത്രമാത്രം അപമാനം ഞാൻ അന്ന് സഹിച്ചിരുന്നു. അന്നത്തെ ഡി സി ബസ്സിനോട് ഞാൻ പറഞ്ഞപ്പോൾ എങ്കിൽ തന്നെ നടത്തിക്കോളൂ, ഞങ്ങളൊന്നും ഇല്ല എന്ന്. അങ്ങനെ എന്നെ കയറ്റാണ്ട് അന്നത്തെ MP മാത്രം കയറി. എന്നിട്ട് സ്റ്റേജിൽ വന്നിട്ടും അദ്ദേഹം 5-മതായിട്ടാണ് എൻ്റെ പേര് പറഞ്ഞ്, എവിടെ ഞാൻ മത്സരിക്കുന്ന സ്ഥലത്ത്. അപ്പോഴേ എനിക്ക് മനസ്സിലായത് എവിടേക്കാണ് പോണേന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ വേദനിച്ചതിന് ദൈവം ഒരു വരദാനം മാതിരി മോദിജിയുടെ രൂപത്തിൽ വന്നിട്ട് എനിക്കൊരു മനസ്സിന് സന്തോഷവും ഇതും തന്നു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നേരിട്ടെത്തിയോടുകൂടി ഒരു പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇപ്പോൾ എത്രത്തോളം ഉണ്ട്? നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇവിടെ മുഴുവൻ മോദിജീനെ സ്നേഹിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും ഭയങ്കര സ്നേഹമാണ് മോദിജി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ആ സമയത്തൊന്നും ഇത്രയും വലിയൊരു ജനക്കൂട്ടം നമ്മൾ കാണില്ലല്ലോ. ഞാൻ കണ്ടപ്പോൾ അതിശയിച്ചു പോയി. ഞാൻ വിചാരിച്ച ഇത്രയും ഒന്നും ആൾക്കാരുടെ പകുതി പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആൾക്കാർ ആവേശമാണ് കണ്ടത്, ഭയങ്കര ആവേശം. ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണല്ലോ. അപ്പോൾ ഇപ്പോഴുള്ള ആദ്യം തുടക്കത്തിലും ഇപ്പോഴുള്ള ജനങ്ങളുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? തുടക്കം മുതലേ നല്ല പിന്തുണ ഉണ്ടായിരുന്നു എനിക്ക് ഇറങ്ങിയപ്പോൾ. ഒരിക്കലും എനിക്ക് കോൺഗ്രസ്സിൽ കിട്ടാത്തൊരു പിന്തുണ എനിക്ക് ഇതിൽ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ശരിക്കുള്ള സ്ഥലത്ത് ഇപ്പോഴാണ് കേട്ടോ എത്തിയെന്നും പറഞ്ഞിട്ടാണ് സ്ത്രീകൾ പ്രതികരിക്കുന്നത്. മോദിജി വന്നപ്പോൾ നാച്ചുറലി ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഒരു എന്താ പറയുക, ഒരു സന്തോഷമോ ഒരു അഭിമാനമോ അതൊക്കെയാണ് സ്ത്രീകൾ പ്രകടിപ്പിച്ചത് എന്നോട്. എന്തായാലും വലിയ ശുഭപ്രതീക്ഷയാണ്. അതെ, തീർച്ചയായിട്ടും.